നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ഉള്ള ബ്രസീലിയൻ താരങ്ങൾ ആരൊക്കെയാണ്? ആ ലിസ്റ്റിലേക്ക് നെയ്മർ ജൂനിയർ ടോപ്പ് 5 ലിസ്റ്റിലേക്ക് നെയ്മർ ജൂനിയർ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക് ഉണ്ടായിരുന്നു. സോ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഗോൾ പ്ലസ് അസിസ്റ്റ് രണ്ടും കൂടി ചേർത്താണ്. 5-ാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ വരുന്നു. 748 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അത് 745 ഗെയിമുകളിൽ നിന്ന് വന്നതാണ്. 4-ാമത് അലക്സാണ്. 745 ഗോൾ കോൺട്രിബ്യൂഷൻസ് 956 മത്സരങ്ങളിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് സീക്കോ വരുന്നു. വെളുത്ത പെലെ എന്ന് അറിയപ്പെടുന്ന സീക്കോ 768 കളികളിൽ നിന്ന് 756 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് നേടിയിട്ടുള്ളത്. പിന്നെ റൊമാരിയോ വരുന്നു. റൊമാരിയോ 960 കളികളിൽ നിന്ന് 929 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് നേടിയിട്ടുള്ളതെങ്കിൽ പെലെ 819 കളികളിൽ നിന്ന് 1105 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയിട്ടുണ്ട്. ഇത് ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളാണ്. അനൗദ്യോഗികമായിട്ട് പെലെക്ക് ഗോൾ മാത്രം 1000 മുകളിലുണ്ട്, റൊമാരിയോക്ക് ഗോൾ മാത്രം 1000 മുകളിലുണ്ട് എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒഫീഷ്യൽ കണക്കുകളാണ് ഈ പറയുന്നത്. ഇതിൽ നെയ്മർ ജൂനിയർ 5-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അത് കൂടാതെ മോസ്റ്റ് ഗോൾസ്, അതായത് ബ്രസീലിയൻസ് വിത്ത് മോസ്റ്റ് ഗോൾസ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിയാൽ നെയ്മർ ജൂനിയർ ഇപ്പോൾ ടോപ്പ് 10 എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1-ാമത് പെലെയാണ് 762 ഗോളുകൾ. 2-ാമത് റൊമാരിയോ 756 ഗോളുകൾ. 3-ാമത് തുലിയോ 597 ഗോളുകൾ. 4-ാമത് ഡാഴിയോ 595 ഗോളുകൾ. പിന്നെ ആർദർ ഫ്രാൻഡ്രിച്ചാണ് 595 ഗോളുകൾ. പിന്നാലെ സീക്കോ 521 ഗോളുകൾ. പിന്നെ ഡിനാമിറ്റ് 513 ഗോളുകൾ. ഹൾക്ക് 450 ഗോളുകൾ. നെയ്മർ 448 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. അതിനുശേഷം ക്ലോഡിയോ അഡാവോ 444 ഗോളുകൾ. ഇതാണ് ക്വാളിറ്റിയുടെ കണക്ക്. ഇത് ബ്രസീലിയറോ മത്സരങ്ങളൊക്കെ കൂടി എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു കണക്കാണ്. അതിലും നെയ്മർ ജൂനിയർ ടോപ്പ് 10 ഉണ്ടെന്ന് പറയുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലെ ഇതിഹാസം തന്നെയാണ് നെയ്മർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.